കുട്ടികളിലെ അപൂർവ രോഗത്തിന് ചികിത്സാ പദ്ധതിയുമായി സർക്കാർ രംഗത്ത്. ജുവനൈൽ ഡയബറ്റിസ് ബാധിച്ച 300ഓളം കുട്ടികൾക്കായി മിഠായി പദ്ധതി നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ അറിയിച്ചു. ഡയബറ്റിസ് മൂർച്ഛിച്ച് ഓട്ടോ ഇമ്മ്യൂൺ എൻസെഫലൈറ്റിസ് എന്ന അപൂർവ രോഗം പിടിപെട്ട ഫാത്തിമ എന്ന കുട്ടിയുടെ ദുരവസ്ഥ മനോരമ ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഈ വാർത്തയെ തുടർന്നാണ് നടപടിയെന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി എല്ലാ മെഡിക്കൽ കോളേജിലും ഡയബറ്റിസ് സെന്റർ സ്ഥാപിക്കുമെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ഫാത്തിമ റഫീഖ് എന്ന് പറയുന്ന ഒരു കുട്ടി ഇപ്പോൾ 8 വയസ്സായെന്ന് തോന്നുന്നു, അവൾക്കല്ലേ 13 വയസ്സ് ഇപ്പോഴായി. അവൾക്ക് ചെറുപ്പത്തിലെ ഈ ടൈപ്പ് 1 ഡയബറ്റീസ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു പത്രത്തിൽ മനോരമയിലായിരുന്നു തോന്നുന്നു അല്ലേ വാർത്ത, ചാനലിൽ ആ വാർത്ത വന്നിരുന്നു. നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ജനശ്രദ്ധയിലും ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധയിലും ഒക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ആ വാർത്ത കണ്ട ഉടനെ തന്നെ ഞങ്ങളതിൽ ഇടപെട്ടു. 300-ലേറെ കുട്ടികൾ വരുമെന്നാണ് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അത്രയും കുട്ടികൾക്ക് ഈ ചികിത്സ നൽകുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കി. ആ പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. മിഠായി എന്ന പേരിലാണ് ആ പദ്ധതി അറിയപ്പെടുന്നത്.